അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നിങ്ങൾക്കൊരു പുതിയ ക്ലാസ്സുമായിട്ടാണ് മിസ്സ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ് മിസ്സ് ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോണത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയ ലെസനാണ് മിസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോണത്, ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജാസിമിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നമ്മുടെ ജാസിം വളരെ എക്സ്പേർട്ടാണല്ലേ. ഹിറഫിൽ യദവി ഓരോ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നതിൽ വർക്ക് എക്സ്പീരിയൻസിൽ ജാസിം വളരെ മാഹിറായ അല്ലേ, വളരെ എക്സ്പേർട്ടായ ഒരു കുട്ടിയാണ്. അവനാണെങ്കിലോ അത് പഠിപ്പിക്കുന്ന ജൂലി മിസ്സിനാണെങ്കിലോ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അവൻ്റെ കയ്യിൽ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മിനിറ്റിനുള്ളിൽ എന്തെയും ആ പേപ്പർ ഒരു ഭംഗിയുള്ള പൂവോ അല്ലെങ്കിൽ ഒരു പക്ഷിയോ അല്ലെങ്കിൽ ഒരു കാരിബ് ഒരു ബോട്ടോ ഒക്കെ ആയിട്ട് മാറും. അത്രയ്ക്കും എക്സ്പേർട്ടാണ് നമ്മുടെ ജാസിം. അങ്ങനെ നമ്മുടെ ജാസിമിന് അവൻ്റെ ജൂലി മിസ്സ് ക്ലാസ്സിൽ വന്നപ്പോൾ മിസ്സിൻ്റെ ബാഗിൽ നിന്നും ഒരു സാധനം എടുത്തു അല്ലേ. എന്തായിരുന്നു ആ സാധനം? എന്തായിരുന്നു അത്? ഒരു മങ്കിയുടെ മാസ്ക് ആയിരുന്നു അല്ലേ. ആ മങ്കിയുടെ മാസ്ക് നമ്മുടെ ജാസിം എന്ത് ചെയ്തു, മിസ്സിനോട് ചോദിച്ചിട്ട് അവനത് മേടിച്ചു. അങ്ങനെ ജാസിം അത് ധരിച്ച് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നടന്നു. അതിനുശേഷം നമ്മുടെ ജാസിം എന്ത് ചെയ്തു, ഇങ്ങനെ ആലോചിച്ചു എന്തൊക്കെ വസ്തുക്കളാണ് ഈ മങ്കിയുടെ മാസ്ക് ഉണ്ടാക്കാൻ ആവശ്യമായത് അല്ലേ. അപ്പോൾ ആ വസ്തുക്കളുടെ പേരൊക്കെ മിസ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വസ്തുക്കൾ മേടിക്കാൻ വേണ്ടി നമ്മുടെ ജാസിമു ഒരു സ്റ്റേഷനറി കടയിലേക്ക് പോവുകയാണ്. ഇനി ആ കടയിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ അടുത്ത ലെസൺ. ഓക്കെ, അപ്പം നമുക്ക് ലെസണിലോട്ട് പോകാം. അപ്പം നമ്മുടെ ജാസിം ഒരു സ്റ്റേഷനറി കടയിലെത്തി. കടനെന്താ പറയുകയെന്നറിയോ? അൽ ഖിർത്വാസിയ. എന്താണ്? ഖിർത്വാസിയ. അപ്പം മിസ് ആദ്യം ഒന്ന് വായിച്ചു തരാം. ഈ കോൺവെർസേഷൻ മിസ് ഒന്ന് ആദ്യം വായിച്ചു തരാം. ഫിൽ ഖിർത്വാസിയ ജാസിം മസാ ഉൽ ഖൈർ ബാഇ മസാ ഉൻ നൂർ തഫല്ലൽ മാദാ തബഗി ജാസിം ഖിറാ അൽ ബാഇ صغيرا أم كبيرا جاسم بكم الكبيرة باغي 10 روبية جاسم هاتي واحدة الباغي تبغي مسطرة جاسم طبعا بكم المسطرة باغي مسطرة طويلة ب9 روبية والصغيرة ب6 روبية جاسم من فضلك مسطرة طويلة باغي تفضل هل تريد شيئا آخر؟ جاسم أبغي أوراقا ملونة الباغي أي لون تفضل؟ جاسم أريد الأزرق والأحمر والأخضر باغي يكفيك 3 ألوان؟ جاسم أيوة بكم الواحدة؟ باغي بروبيتين جاسم هاتي فاتورة من فضلك رقم نوع كمية قيمة تاريخ مجموع. അപ്പോൾ കോൺവെർസേഷൻ മിസ് വായിച്ചത് നിങ്ങളെല്ലാവരും കേട്ടില്ലേ. അപ്പോൾ മിസ് എന്ത് ചെയ്യാം, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഫിൽ ഖിർത്വാസിയ സ്റ്റേഷനറി കട. ജാസിം മസാ ഉൽ ഖൈർ. നമ്മുടെ ജാസിം എന്ത് ചെയ്തു, കടയിൽ കയറി ഗുഡ് ഈവനിങ് പറഞ്ഞു. അപ്പോൾ ബാഗി എന്ത് പറഞ്ഞു? മസാ ഉന്നൂർ. മസാ ഉൽ ഖൈർ പറഞ്ഞാൽ നമ്മൾ എന്ത് തിരിച്ച് പറയണം? മസാ ഉന്നൂർ പറയണം. തഫല്ലൽ മാദാ തബഗി വാട്ട് യു വാണ്ട്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താ വേണ്ടത്? അപ്പോൾ ജാസിം പറഞ്ഞു ഖിറാ, എനിക്ക് എന്ത് വേണം? ഒരു പശ വേണം. അപ്പോൾ ബാഗി ചോദിച്ചു സ്വഗീറൻ കബീറ, വലുതാണോ വേണ്ടത് അതോ ചെറുതാണോ വേണ്ടത്? സ്വഗീറൻ സ്മോൾ ചെറുതാണോ വേണ്ടത്, കബീറ വലുതാണോ വേണ്ടത്? അപ്പോൾ ജാസി പറഞ്ഞു ബിക്കമിൽ കബീറ, വലിയതിന് എത്ര രൂപയാണ്?
ബാഗി പറഞ്ഞു 10 റൂബിയാത്ത്. 10 രൂപയാണ് വലുതിന്. അഷറ ട്ടാ 10. അപ്പം ജാസ്മിൻ പറഞ്ഞു ഹാത്തി വാഹിദ. എന്നാൽ എന്ത് ചെയ്തോ, ഒന്നെടുത്തോ. അപ്പോൾ ബാഗി കടക്കാരൻ, ബാഗി എന്ന് വെച്ചാൽ വിൽപ്പനക്കാരൻ, സെല്ലർ ട്ടാ. അപ്പോൾ തബായി മിസ്തറ, അപ്പോൾ ഇസ്കയിലൊന്നും നിങ്ങൾക്ക് വേണ്ടേ, അപ്പോൾ ഇസ്കയിൽ വേണ്ടേ? അപ്പോൾ ജാസ്മിൻ ചോദിച്ചു തൊബവാൻ, യെസ് വേണം. ബിക്കമിൽ മിസ്തറ, ഇനി സ്കെയിലിന് എത്ര രൂപയാണ്? അപ്പോൾ നമ്മുടെ ബാഗി പറഞ്ഞു മിസ്തറത്തുൻ തൊവീല ബി 9 റൂബിയ. മിസ്തറത്തുൻ തൊവീല, നീളമുള്ള മിസ്തറ, അതായത് വലിയ സ്കെയിലിന് ബി 9 റൂബിയ, 9 രൂപ. തിസാത്ത് ട്ടാ, തിസാത്താണ് 9 റൂബിയ ട്ടാ, 9 രൂപ. വസീറ, ചെറുതിന് നീളം കുറഞ്ഞതിന് ബി 6 റൂബിയ, 6 രൂപ. സിത്തത്ത് ട്ടാ, 6 റൂബിയ, 6 രൂപ. അപ്പം ജാസിം ചോദിച്ചു മിൻ ഫാദലേക്ക് മിസ്തറത്തും തോവീല. എന്നാൽ എന്ത് ചെയ്തോ, ഒരു വലിയ സ്കെയിലെടുത്തു. അപ്പം വീണ്ടും കച്ചവടക്കാരൻ, വിൽപ്പനക്കാരൻ പറഞ്ഞു തഫല്ലൽ ഹൽ തുരീദു ഷൈഅൻ നഹർ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ, വേറെ എന്തെങ്കിലും നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പം ജാസിം പറഞ്ഞു അബി, എനിക്ക് വേണം ഔറാക്കം മുലവ്വന, കളർ പേപ്പർ വേണം. മുലവ്വന എന്ന് വെച്ചാൽ കളേഴ്സ്, പല നിറത്തിലുള്ള. ഔറാക്ക് പേപ്പർ, പേപ്പർ കേട്ടോ, വറക്ക് പേപ്പർ. പിന്നെ വറക്ക് എന്ന് വെച്ചാൽ ഇല എന്നും അർത്ഥമുണ്ട് കേട്ടോ. ഔറാക്ക് എന്ന് വെച്ചാൽ പേപ്പേഴ്സ്. അപ്പം എനിക്ക് കളർ നിറത്തിലുള്ള പേപ്പേഴ്സ് വേണം. അപ്പോൾ ബായി പറഞ്ഞു അയ്യോ ലൗനിൻ തുഫല്ലിലു, നിങ്ങൾ ഏത് കളറാണ് ഉദ്ദേശിക്കുന്നത്, ഏത് കളറാണ് വേണ്ടത്? ജാസിം ഉരീദു അൽ അസറക്ക, എനിക്ക് നീല കളറുള്ള പേപ്പർ വേണം. അസറക് ബ്ലൂ. വൽ അഹ്മർ, പിന്നെ റെഡ് കളർ, അഹ്മർ റെഡ്. വൽ അഹ്ലർ, പിന്നെ എനിക്ക് എന്ത് വേണം, പച്ച നിറത്തിൽ ഗ്രീൻ. ഈ കളേഴ്സ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 1ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അസറക്, അഹ്മർ, അസ്ഫർ, അഹ്ലർ, അബിയൽ, അസ്വദ്. ഇങ്ങനെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും നിങ്ങൾ ഈ കളേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജാസിമിന് ഏത് കളറൊക്കെയാണ് വേണ്ടത്? അസറക്ക്, അഹ്മർ, അഹ്ലർ. അപ്പോൾ ബായി ചോദിച്ചു യക്ഫീക സലാസത്തു അൽവാൻ, നിങ്ങൾക്ക് ഈ 3 കളറ് മതിയോ? യക്ഫീക്ക, മതിയോ? സലാസത്തു അൽവാൻ, ഈ 3 കളേഴ്സ് നിങ്ങൾക്ക് മതിയോ? അപ്പോൾ ജാസിം പറഞ്ഞു ഐവ, അതെ, യെസ്. ബിക്കം വാഹിദ, ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? ഒരു പേപ്പറിന് എത്ര രൂപയാണ്? അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു ബി റൂബിയത്തേനി, 2 രൂപ. റൂബിയ എന്ന് വെച്ചാൽ 1 രൂപ. റൂബിയത്തൈനി എന്ന് വെച്ചാൽ 2 രൂപ. ഇസ്നാനി 2, റൂബിയത്തൈനി 2 രൂപ. അപ്പോൾ ജാസിം പറഞ്ഞു ഹാത്തി ഫാത്തൂർ മിൻ ഫലലിക്, ഇനി എന്ത് ചെയ്തോ, ഇതിൻ്റെയൊക്കെ ബില്ല് എടുത്തു. അങ്ങനെ നമ്മുടെ ജാസിമിന് കടക്കാരൻ ബില്ല് കൊടുത്തു. ഹിലാലുൽ കിർത്താസിയ കാലിക്കൂത്ത്. അപ്പോൾ കടയുടെ പേരാണ് കേട്ടോ, ഹിലാൽ എന്നാണ് കടയുടെ പേര്. എവിടെയാണ് കട? കാലിക്കൂത്ത്. കാലിക്കൂത്ത് എന്ന് വെച്ചാൽ കോഴിക്കോട്. അപ്പം നിങ്ങൾ സാധാരണ നോർമലി ബില്ലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഫസ്റ്റ് ബില്ലുമ്മൽ ഡേറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ബിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ റക്കം എന്ന് വെച്ചാൽ എന്താണ്? ബിൽ നമ്പർ, ബില്ലിൻ്റെ നമ്പറാണ് റക്കം. താരീഖ് എന്ന് വെച്ചാലോ ഡേറ്റ്, എന്നാണ് നമ്മൾ ഈ സാധനങ്ങൾ മേടിച്ചത് അന്നത്തെ ഡേറ്റ്. അപ്പോൾ അവന് ജാസിം എന്നാ ഇത് മേടിച്ചതെന്നറിയോ? നമ്മുടെ 9ാം മാസം 24-ാം തീയതി 2015 കേട്ടോ. റക്കം എന്ന് വെച്ചാൽ നമ്മൾ എത്ര സാധനങ്ങൾ, എത്ര ഐറ്റംസാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, അപ്പോൾ എണ്ണം. പിന്നെ ഒരു ഐറ്റം ആണെങ്കിൽ 1, അല്ലെങ്കിൽ 2 ഐറ്റം ആണെങ്കിൽ 2, അല്ലെങ്കിൽ 3 ഐറ്റം ആണെങ്കിലോ 3 ഐറ്റം അവിടെ എഴുതാം. നൗ എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ഐറ്റംസാണോ മേടിച്ചത് ആ ഐറ്റംസുകളുടെ പേര്. റക്കം എന്ന് വെച്ചാൽ എത്ര എണ്ണമാണ് മേടിച്ചത്, എത്ര ഐറ്റംസാണ് മേടിച്ചത്. നൗ എന്ന് വെച്ചാൽ ആ ഐറ്റംസുകളുടെ പേര്. കമ്മിയത്ത് എന്ന് വെച്ചാൽ
ഓരോ ഐറ്റം നമ്മൾ എത്ര എണ്ണം വീതം മേടിച്ചു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജാസിമ ഇറ എത്ര എണ്ണ മേടിച്ചത്? ഒരെണ്ണമാണ് മേടിച്ചത്. മിസ്തറത്തോ സ്കെയിൽ എത്ര എണ്ണ മേടിച്ചത്? ഒന്നാണ് മേടിച്ചത്. അതുപോലെ കളർ പേപ്പർ എത്ര എണ്ണ മേടിച്ചത്? 3 എണ്ണമാണ് മേടിച്ചത്. അപ്പോൾ ഓരോ ഐറ്റം എത്ര എണ്ണം വീതമാണ് മേടിച്ചതെന്നാണ് കമ്മിയത്ത്. കീമത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ വില, നമ്മൾ മേടിച്ച വസ്തുവിൻ്റെ വില. ഫോർ എക്സാമ്പിൾ ഇറ ഒരെണ്ണമാണ് മേടിച്ചത്. ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 10 രൂപ. ഇനി ഇറ 2 എണ്ണമാണ് മേടിച്ചതെങ്കിലോ 10 + 10 20, 20 റുപ്പീസ് ആവും. പിന്നെ മിസ്തറത്ത് എത്ര എണ്ണ മേടിച്ചത്? ഒരെണ്ണമാണ് മേടിച്ചത് അല്ലേ. ഔറാഖ് മൂലം എത്ര എണ്ണ മേടിച്ചത്? 3 എണ്ണ മേടിച്ചത് അല്ലേ. പക്ഷേ ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? ബിറൂബിയത്തേന് 2 രൂപയാണ് ഒരു പേപ്പറിന്. അപ്പോൾ 3 പേപ്പറിന് എത്ര രൂപയാകും? 2 × 3 6 രൂപ. 6 രൂപയാണ് അവിടെ എഴുതിയുള്ളത് കേട്ടോ. എന്നിട്ട് ഈ കീമത്തിൻ്റെ അവിടെയുള്ള പ്രൈസ് ഇറാഇൻ്റെത്, മിസ്തറത്തിൻ്റെത്, ഔറാഖും ഈ 3 വസ്തുവിൻ്റെയും ടോട്ടൽ പ്രൈസാണ് 25. മജ്മു മീൻസ് ടോട്ടൽ പ്രൈസാണ് 25. അപ്പോൾ ബില്ല് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. റക്കം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ഐറ്റമാണ് മേടിച്ചത്, ഐറ്റം. നൗ എന്ന് വെച്ചാൽ ഐറ്റത്തിൻ്റെ പേര്. കമ്മിയത്ത് എന്ന് വെച്ചാൽ ഓരോ ഐറ്റം എത്ര എണ്ണമാണ് മേടിച്ചത്. കീമത്ത് എന്ന് വെച്ചാൽ ഐറ്റത്തിൻ്റെ വില, ഓരോ ഐറ്റത്തിനും എത്രയാണ് വില എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ കീമത്തിൻ്റെ ഈ എല്ലാ ടോട്ടൽ പ്രൈസാണ് മജ്മു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികളെ എഴുതുമ്പോൾ തെറ്റിക്കാറുള്ളതാണ് കമ്മിയത്തും കീമത്തും. കമ്മിയത്തും കീമത്തും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി ഒരു 4 ക്വസ്റ്റ്യൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മാദാ ഇഷ്തറൽ വലതു അക്സറ അദദൻ. നമ്മുടെ ജാസിമ് ഏറ്റവും കൂടുതൽ മേടിച്ചത് ഏതാണ് മേടിച്ചത്? ഏത് ഐറ്റമാണ് മേടിച്ചത്? ഔറാഖുൻ മുലവന അല്ലേ. 3 എണ്ണമാണ് ഔറാഖ് മുലവന മേടിച്ചത്. 3 കളർ പേപ്പറാണ് മേടിച്ചത് ഏറ്റവും കൂടുതൽ. മഷൈ ഉൽ അഗ്ലാ സമനൻ. ഏറ്റവും വില കൂടിയ വസ്തു ഏതാണ് ജാസിം മേടിച്ചതിൽ? ഏറ്റവും വില കൂടിയ വസ്തു ഗിറ, പശയ്ക്കാണല്ലേ ഏറ്റവും വില കൂടിയ. എത്ര രൂപയാണ്? 10 രൂപ. കം നൗഅൻ ഇഷ്തറൽ വലതു. എത്ര ഐറ്റംസ് ആണ് മേടിച്ചത്? 3 ഐറ്റം. സലാസത്തു അൻവാ, 3 ഐറ്റംസ്. കമിൽ മജ്മു, ടോട്ടൽ എത്ര രൂപയാണ് എല്ലാത്തിനും കൂടിയിട്ട്? അംസത്തുൻ വൈശറൂന റൂബിയ, 25 റുപ്പീസ്. ടോട്ടൽ എത്രയായി? 25 റുപ്പീസ്. അപ്പോൾ ബില്ല് മക്കൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും ആ ഭാഗം വരുമ്പോൾ. അപ്പോൾ മിസ്സിൻ്റെ വീഡിയോ വീണ്ടും കാണാം. എന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ട് മക്കൾക്ക് ഡൗട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മിസ്സിനോട് പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ. ഗ്രൂപ്പിൽ ചോദിച്ച മിസ് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. മിസ്സിനോട് എന്ത് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്സിനോട് പേഴ്സണലായിട്ടാണ് നിങ്ങൾ ഡൗട്ട് ചോദിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. മിസ്സ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും മിസ്സ് പറയാണ്, വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം, അപ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ ഇതോടുകൂടി മിസ്സ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.